السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا. വേദിയിലുള്ള ആദരണീയരായ വ്യക്തിത്വങ്ങളെ, ഏറെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും, എല്ലാ സന്ദർഭങ്ങളിലും, എല്ലാ സാഹചര്യങ്ങളിലും, സുഖത്തിലും ദുഃഖത്തിലും, സന്തോഷത്തിലും സങ്കടത്തിലും, പ്രയാസങ്ങളിലും എളുപ്പത്തിലും, രോഗത്തിലും ആരോഗ്യത്തിലും, ലാഭത്തിലും നഷ്ടത്തിലും, ജീവിതം ഏതൊക്കെ വഴികളിലൂടെ കടന്നു പോകുന്നുണ്ടോ അവിടെയൊക്കെ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ നെഞ്ചോട് ചേർത്തു പിടിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്നേഹപൂർവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖികളാവാൻ സർവശക്തൻ നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ഈ ഒരുമിച്ചുകൂടൽ പരലോകത്ത് ഉപകരിക്കുന്ന സൽക്കർമ്മമായി പടച്ച റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. മാതാപിതാക്കളെക്കുറിച്ചാണ് എനിക്ക് തന്ന അരമണിക്കൂറിൽ ഞാൻ സംസാരിക്കേണ്ടത്. എന്തിനാണ് നാം നമ്മുടെ മാതാപിതാക്കളെ പരിഗണിക്കുന്നതും മാതാപിതാക്കളെ ആദരിക്കുന്നതും സ്നേഹിക്കുന്നതും എന്ന ഒരു ചോദ്യത്തിന് ഉത്തരം പറയാനാണ് ഈ അരമണിക്കൂർ ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. പറയാൻ എനിക്കും കേൾക്കാൻ നിങ്ങൾക്കും ജീവിതത്തിൽ പകർത്താൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. കുടുംബം എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ കേന്ദ്രമാണ് എന്നാണ് നമ്മളൊക്കെ കേട്ടതും പഠിച്ചതും മനസ്സിലാക്കിയതും. അങ്ങനെ ആവണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതും. ഒരു കുടുംബം താമസിക്കുന്ന വീടിന്, സാധാരണ ഒരു വീടിന് അറബി ഭാഷയിൽ ബൈത്തുന്നോ ദാറുൻ എന്നൊക്കെയാണ് പറയാ. ഒരു കുടുംബം താമസിക്കുന്ന വീടിന് പറയുന്ന പേര് മസ്കൻ ആണ്. മസ്കൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമാധാനത്തിന്റെ കേന്ദ്രം എന്നാണ്. എനിക്കൊരു ടെൻഷൻ ഉണ്ടാകുമ്പോ, എനിക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോ ആ പ്രയാസം തീർക്കാൻ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന പരിഹാരം എൻ്റെ വീട്ടിലെത്തിയാൽ എൻ്റെ പ്രയാസങ്ങൾ തീരും എന്നതാവണം. അങ്ങനെയാവണം നമ്മുടെ വീട്. പക്ഷെ ഇപ്പൊ പലപ്പോഴും നേരെ മറിച്ചാവുന്നുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. എങ്ങോട്ടെങ്ങൾ ഇങ്ങനെ ബേജാറിൽ പോണേ? വീട്ടിലിരിക്കാൻ തോന്നണ്ടേ? ഓരോരോ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് വീട്ടിലിരിക്കാൻ തോന്നണില്ല. രാത്രി 10 മണിയായിട്ടും 12 മണിയായിട്ടും പീഡികത്തിണ്ണയിലും പെട്ടിക്കടയുടെ പെട്ടിയിലുമൊക്കെ ഇരിക്കുന്ന ചെറുപ്പക്കാരനോട് എന്താടോ വീട്ടിൽ പോണില്ലേ? ആ പോണേ. അല്ല നേരം കുറയായി പോണ്ടേ? ആ പോണം, കുറച്ച് ചെയ്യട്ടെ. അല്ല ഈ പോണില്ലേ? കുറച്ച് ചെയ്യട്ടെ. അല്ല എന്താ ഈ പോകാത്ത? ഒന്നുമില്ല, പോകാൻ തോന്നുന്നില്ല അല്ലേ? നമ്മുടെ മക്കളാരും വീട്ടിലിരിക്കുന്നില്ലല്ലോ. ഒരു 15 വയസ്സ് 20 വയസ്സിൻ്റെ ഇടയ്ക്കുള്ള ആൺകുട്ടികൾ എത്ര സമയം വീട്ടിലിരിക്കാറുണ്ട്? ഉണ്ടെങ്കിൽ തന്നെ റൂമിൽ വാതിലടച്ച് മൊബൈലുമായിട്ടായിരിക്കുക. ആ മൊബൈലിൻ്റെ നെറ്റൊന്ന് പോയാൽ, ചാർജ് ഒന്ന് കുറഞ്ഞാൽ ഏത് കുട്ടിയാണ് വീട്ടിലിരിക്കുക? നട്ടപ്പാതിരക്ക് ചെന്നിട്ട് നമ്മൾ ചോദിക്കുകയല്ല, മോനെവിടെ? ഓൻ വന്നിട്ടില്ല. ഓനെപ്പോഴാണ് വരിക? ഓൻ വരുമ്പോഴത്തിന് 10-12 മണിയൊക്കെ പണി എന്തെങ്കിലും ഉണ്ടോ? പണിയൊന്നുമില്ല. ഓൻ കൂട്ടുകാരൊപ്പം അങ്ങനെ നടക്കുന്നുണ്ടാവും. ഒരു 10-12 മണിയാകുമ്പോഴൊക്കെ വരുള്ളൂ. അതെ, നമ്മുടെ വീട്ടിലിരിക്കാൻ ആളെ കിട്ടുന്നില്ല. സമാധാനത്തിൻ്റെ കേന്ദ്രമാവേണ്ട വീട്ടിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് യോഗം കൂടി തീരുമാനിക്കുകയാണ്, നമുക്കൊന്ന് പുറത്തു പോകല്ലേ, എങ്ങോട്ടേലും ഊട്ടിക്കോ അല്ലെങ്കിൽ അങ്ങോട്ടോ എങ്ങോട്ടൊന്ന് പുറത്തു പോകല്ലേ. എന്തിനാണ്? ഒന്നുമില്ല, ഒരു സമാധാനം കിട്ടാൻ.
അന്തിക്ക് ചോറ് വെച്ചിട്ടില്ല, എന്തേ നമുക്ക് പുറത്തു പോയിട്ടല്ല മന്തിയും കഴിക്കാലോ, എന്തേ വിശപ്പുണ്ടെന്നല്ല, ഒരു രസത്തിന്, ഒരു സമാധാനത്തിന്. വീടിൻ്റെ ഉള്ളിൽ സമാധാനം കിട്ടുന്നില്ല, സമാധാനം തേടി പുറത്തു പോകുന്നു. അങ്ങനെ ലഹരിയുടെ പിന്നാലെ പോകുന്നവർ, മദ്യത്തിൻ്റെ കഞ്ചാവിൻ്റെ പുകയിലങ്ങനെ കറങ്ങി നടക്കുന്നവർ, ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്ന കാര്യങ്ങൾ? വീടിൻ്റെ ഉള്ളിൽ സമാധാനം കിട്ടാതെ വരുമ്പോഴാണ്. എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ സമാധാനം ഉണ്ടാവുക? പടച്ച തമ്പുരാൻ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പടച്ച തമ്പുരാന് ഒരിക്കലും തെറ്റൂല കേട്ടോ, പടച്ച റബ്ബിന് ഒരിക്കലും തെറ്റൂല. പടച്ച റബ്ബ് ഈ ലോകത്തിനെ സൃഷ്ടിച്ചവനാ, മനുഷ്യനെ സൃഷ്ടിച്ചവനാ. മനുഷ്യന്റെ ചിന്തകളും മനുഷ്യന്റെ മനസ്സും അവന്റെ പ്രതീക്ഷകളും ഭയപ്പാടുകളും ഒക്കെ പടച്ചോനറിയാം. അതുകൊണ്ട് പടച്ച റബ്ബ് ഉണ്ടാക്കിയ നിയമങ്ങളുണ്ടല്ലോ, അത് കൃത്യമാവണം. എൻ്റെ ഒരു സുഹൃത്ത് കാറ് ഓടിച്ചു പോരുക ഷോപ്പിൽ നിന്ന്. അപ്പൊ കുറെ എത്തിയപ്പോൾ കാറ് ഓടുന്ന കുത്തി കാറങ്ങ് നിന്ന്, കാറ് പിന്നെ ഓടുന്നില്ല. അപ്പൊ എങ്ങനെ നോക്കിയിട്ടും വണ്ടി മുന്നോട്ട് പോകണില്ല. അപ്പം അങ്ങനെ പലരെയും വിളിച്ച്, അങ്ങനെ പുതിയ കാറായതുകൊണ്ട് കമ്പനിയിലേക്ക് വിളിച്ചു. കമ്പനി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത്, എന്നിട്ട് അവസാനം കമ്പനി അവർ ഫോണിൽ നിന്ന് അവരുടെ പ്രതിനിധി ചോദിക്കുകയാണ്, വണ്ടി പെട്രോളാ ഡീസലാ? പെട്രോളാണ്. അപ്പോൾ പിന്നത്തെ ചോദ്യം എന്താണോ, നിങ്ങൾ വണ്ടിയിൽ പെട്രോൾ തന്നെയാണോ അടിച്ചത് അതോ ഡീസലാണോ? പെട്രോൾ വണ്ടിയിൽ പെട്രോൾ അല്ലാതെ എന്താ അടിക്കുക? ഒന്നും കൂടി നോക്കി. അപ്പോൾ ഈ വണ്ടി അയാൾ ഷോപ്പിൽ നിർത്തിയിട്ടപ്പം ആ ഷോപ്പിലെ ഒരു ജോലിക്കാരൻ ഈ വണ്ടി എടുത്ത് പുറത്തു പോയിരുന്നു, ഇയാളോട് ചോദിച്ചുകൊണ്ട് തന്നെ. എന്നിട്ട് അയാൾ തിരിച്ചു പോരുമ്പോൾ എണ്ണ അടിച്ചാണ് വണ്ടി കൊണ്ടുവന്ന് നിർത്തിയത്. എണ്ണ തീർന്നിരുന്ന് അയാൾ പെട്രോൾ വണ്ടിയിൽ ഡീസൽ അടിച്ച്. കമ്പനി എന്ന് പറഞ്ഞു വണ്ടി ഓടൂല, അവിടെ നിർത്തിക്കോ, ഇനി വേറെ വണ്ടി കൊണ്ടുവന്ന് വലിച്ചു കൊണ്ടുപോയിട്ട് ആ ടാങ്കൊക്കെ ഉള്ള ഡീസലൊക്കെ പുറത്തേക്ക് എടുത്ത് അത് ക്ലീൻ ചെയ്താലേ വണ്ടി ഓടുള്ളൂ. ആ വണ്ടി ഉണ്ടാക്കിയ കമ്പനി ആ വണ്ടി പെട്രോൾ കൊണ്ട് ഓടണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡീസൽ ഒഴിച്ചാൽ ഓടൂല. നമ്മുടെ കുടുംബം സമാധാനമുള്ളതാവണമെങ്കിൽ ആ കുടുംബത്തിനെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ നിശ്ചയിച്ച നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിക്കാതെ വരുമ്പോൾ, നേരത്തെ നമ്മളോട് സൂചിപ്പിച്ചതുപോലെ, നമ്മുടെ വീട് ഒരു 10,000 സ്ക്വയർ ഫീറ്റ് ഉണ്ടായാലും നമ്മുടെ കാറ് 10 കോടി റുപ്യേൻ്റെ കാറാണെങ്കിലും നമ്മുടെ വീട്ടിൽ മുഖം കഴുകുന്നത് പോലും ബിരിയാണി കൊണ്ടാണെങ്കിലും നമ്മുടെ വീട്ടിൽ സമാധാനം ഉണ്ടാവില്ല. ആ വീടുണ്ടാക്കിയ, ആ വീട്ടിൽ സമാധാനം ഉണ്ടാക്കിയ പടച്ച റബ്ബ് നിശ്ചയിച്ച ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിക്കൽ നിർബന്ധമാണ് മക്കളെ. ഞാനൊരു വീടുണ്ടാക്കാൻ പോകട്ടോ, ഞാനൊരു വീടുണ്ടാക്കുകയാണ്. നല്ല തൽക്കാലം ഒരു കമ്പി കൊണ്ടുള്ള വീടുണ്ടാക്കുന്നത്. അതുകൊണ്ട് ഉത്തരം വെക്കാനുള്ള കമ്പി, തൂണ് വെക്കാനുള്ള കമ്പി, കഴുക്കോലാക്കാനുള്ള കമ്പി, പട്ടികയാക്കാനുള്ള കമ്പി, അതൊക്കെ എഞ്ചിനീയറോട് ചോദിച്ചിട്ട് അളന്ന് മുറിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി അതുകൊണ്ട് വീടുണ്ടാക്കണം. അപ്പോൾ എനിക്കൊരു പൂതി, ഈ ഉത്തരം വെക്കാനുള്ള കമ്പി പട്ടികയാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? പട്ടികയാക്കാനുള്ള കമ്പി ഉത്തരം വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? പട്ടികയാക്കാനുള്ള കമ്പി അത് ഉത്തരമാക്കി വെച്ചാൽ ആ വീടിൻ്റെ മേലെ ഓട് വെക്കുമ്പോൾ ആ വീട് തകരാൻ പിന്നെ വേറെ ഒന്നും കാത്തിരിക്കേണ്ടി വരില്ല. നമ്മുടെ വീട്ടിലെ അംഗങ്ങളുണ്ടല്ലോ, ബാപ്പ, ഉമ്മ, മക്കള്, പേരക്കുട്ടികള്, സഹോദരന്മാര്, ഇവർക്കൊക്കെ ഈ കുടുംബത്തിൻ്റെ സൃഷ്ടാവായ പടച്ച റബ്ബ് ചില സ്ഥാനങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഉത്തരമായി തന്നെ ഇരിക്കണം, പട്ടിക പട്ടികയായിട്ട് തന്നെ ഇരിക്കണം, കഴുക്കോലായിട്ടിരിക്കണം, തൂണായിട്ടിരിക്കണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ അത്രയും വലിയ കമ്പി ഉപയോഗിച്ചിട്ടും എൻ്റെ വീട് പൊളിഞ്ഞല്ലോ. അതേ, കമ്പി നല്ല കമ്പിയാ, പക്ഷെ ഉത്തരം വെക്കേണ്ട കമ്പി പട്ടികയാക്കി, പട്ടിക വെക്കേണ്ട കമ്പി തൂണാക്കി. കമ്പിൻ്റെ കുഴപ്പമല്ല, കമ്പി വിറ്റ കടയുടെ കുഴപ്പമല്ല, ആ വീടുണ്ടാക്കിയ പൊട്ടൻ്റെ കുഴപ്പമാണ്. ആ വീട് പൊളിയും. ഒന്ന്, ആരാവണം നമ്മുടെ ബാപ്പ? ഒരു വീട്ടിലെ ബാപ്പ ആരാവണം? അതാണ് ഒന്നാമത്തെ പ്രശ്നം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാണും പെണ്ണും ചേർത്ത് ഒരു കുടുംബമുണ്ടാക്കിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു കാര്യമുണ്ട്. ആ കുടുംബത്തിലെ ആ പുരുഷനാണ് ആ വീടിൻ്റെ മേലാധികാരി. അവനാണ് ആ വീടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉത്തരവാദപ്പെടുത്തിയവൻ. പുരുഷനാക്കാനുള്ള കാരണം പറഞ്ഞതേ മൂക്കിൻ്റെ താഴെ മുളച്ച രോമാണെന്നല്ല. പുരുഷനാക്കാനുള്ള കാരണം പറഞ്ഞത് വീടിൻ്റെ ചെലവേറ്റെടുത്ത് ആ വീടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉത്തരവാദപ്പെടുത്തിയവൻ പുരുഷനാണ്. പുരുഷൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അഥവാ ഒരു വീട്ടിൽ സമാധാനം ഉണ്ടാവണമെങ്കിൽ ആ വീടിൻ്റെ നാഥൻ പുരുഷനാവണം.
വർത്തമാനകാലത്ത് ഞങ്ങളിപ്പോൾ അടുത്ത് ഒരു ചർച്ച ഉണ്ടായി. ഈ പ്രസംഗിക്കുന്ന ആൾക്കാരുടെ ഗ്രൂപ്പിലെ ഒരു ചർച്ച, കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ പ്രത്യേകമായ ചർച്ച വേണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം വന്ന വിഷയം താരങ്ങൾ വീടുകളിൽ പീഡിപ്പിക്കപ്പെടുന്ന പുരുഷന്മാർ. വീടുകളിൽ പീഡിപ്പിക്കപ്പെടുന്ന പുരുഷന്മാരെ കുറിച്ചാവണം നമ്മുടെ ചർച്ച. അപ്പൊ ഞാൻ ചോദിച്ചു, പുരുഷന്മാർക്കാർക്കെങ്കിലും വീട്ടിൽ നിന്ന് അടി കിട്ടുന്നുണ്ടോ, ചവിട്ട് കിട്ടുന്നുണ്ടോ? ഈ പീഡനം എന്ന് പറഞ്ഞാൽ എന്താ ഉത്തരം കിട്ടിയത് അറിയോ? കുറച്ചു പ്രായമായി കഴിഞ്ഞാൽ ഈ ബാപ്പമാരെ പിന്നെ വീട്ടുകാർക്ക് വേണ്ട. ബാപ്പാനെ വീട്ടുകാർക്ക് വേണ്ട. ബാപ്പ ഇങ്ങനെ കയറി വരുന്നത് കണ്ടാൽ വീടിൻ്റെ മുറ്റത്ത് സംസാരിച്ചിരിക്കുന്ന മക്കളും പേരമക്കളും മരുമക്കളും ഭാര്യയൊക്കെ ഉണ്ടല്ലോ, ഓലൊക്കെ ഉള്ളിക്കാൻ എണീറ്റ് പോകും. ബാപ്പ മുറ്റത്തിൻ്റെ അവിടെ എത്തുന്നത് വരെ മുറ്റത്തുനിന്ന് നല്ല ചിരിയും കളിയൊക്കെ കേട്ടീനും വീട്ടിൽ നിന്ന് ബാപ്പാൻ്റെ തലവട്ടം കണ്ടതോടുകൂടി ഒക്കെ നിന്ന് പിന്നെ ചിരിയില്ല കളിയില്ല, ഓരോരുത്തർ ഓരോ വഴിക്കാൻ പോയി. വീടിൻ്റെ വരാന്തയിൽ കയറിയ ബാപ്പ അങ്ങനെ നോക്കി, ആരെ ഇന്ന് ചിരിച്ചിന് വല്ല ജിന്നുകളുണ്ടായിരുന്നോ? ചിരിയും വർത്താനൊക്കെ കേട്ടീനി ആരും കാണാനല്ലോ. ബാപ്പാക്ക് ചോറ് വിളമ്പിക്കൊടുക്കുമ്പ, ബാപ്പാന്റെ തുണി കുപ്പായം തിരുമ്പിക്കൊടുക്കുമ്പ, ബാപ്പാനോടൊരു കാര്യം സംസാരിക്കാം. പിന്നെ നോക്കി നമ്മുടെ മോൻ ഇങ്ങനെ ഉണ്ട് കേട്ടോ, പിന്നെ അവിടെ പുതിയ ബിസിനസ് തുടങ്ങുന്നുണ്ട് കേട്ടോ, പിന്നെ അവിടെ എങ്ങനെയാട്ടോ എന്ന് ബാപ്പയോടൊരു കാര്യം പറയാൻ നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് ബാപ്പാനോട് ചോദിക്കാം. വീട്ടിലാളില്ല. ഒരു മനുഷ്യനാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അവഗണനയാണ്. ഈ പെണ്ണുങ്ങളൊക്കെ കരുതിക്കോളി. ഒരു മനുഷ്യനാണെങ്കിൽ, നിങ്ങളുടെ വീട്ടിലൊരാണുണ്ടെങ്കിൽ ആ ആണ് ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താ? അയാൾ പരിഗണിക്കപ്പെടേണ്ട സ്ഥലത്ത് അയാൾ അവഗണിക്കപ്പെടുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി. നാട്ടിലെ പ്രമാണിയായ ഒരാള് യശാനിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാതെ പള്ളിയുടെ തിണ്ണയിൽ ഇങ്ങനെ ഇരുത്തപ്പോൾ പള്ളി പൂട്ടിയിട്ട് ലൈറ്റൊക്കെ ഓഫാക്കി പോകേണ്ട ഒരു ജോലിക്കാരുണ്ട്. ആ ജോലിക്കാരൻ ചോദിച്ചു, നിങ്ങളെന്താ പോവാത്തേന്ന്? അപ്പം അദ്ദേഹം പറഞ്ഞു, കുറച്ച് കഴിഞ്ഞിട്ട് പോവാന്ന്. ജോലിക്കാരൻ പിന്നെയും പണിയൊക്കെ തീർത്തിട്ട് വാതിലടച്ച് പോകണല്ലോ. ജോലിക്കാരൻ ഒന്നുകൂടെ ചോദിച്ചു, എന്താ കാക്ക പോവാത്തേ? അപ്പം പറഞ്ഞു, കുറച്ച് കഴിഞ്ഞിട്ട് പോവും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇയാൾ പോകാതെ ആയപ്പോൾ ഈ ജോലിക്കാരൻ ചോദിച്ചു, നമുക്കെന്നാ പോവല്ലേ? അപ്പം അയാൾ പറഞ്ഞു, എനിക്ക് വീട്ടിലേക്ക് പോവാൻ തോന്നണില്ല, എങ്ങട്ടേലും പോയാലും തോന്നുകയാണ്. ആരാണങ്ങൾ? നാട്ടിലെ പ്രമാണിയാണ്. നാട്ടിലെ കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്തേക്കാണ് ആളുകൾ വരാറുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കിന് ആ നാട്ടിൽ വിലയുണ്ട്. അങ്ങനെയുള്ള ആളാ പറഞ്ഞത്, എനിക്ക് വീട്ടിൽ പോകാൻ തോന്നണില്ല, ഞാൻ എങ്ങട്ടേലും പോയാലോ എന്ന് ആലോചിക്കുകയാണ്. അപ്പം അദ്ദേഹം ചോദിച്ചു, അതെന്താ ആചാരെ? അപ്പം പറയണേ, വീട്ടിൽ ആർക്കും ഇന്ന വേണ്ട. ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ വീട്ടിലെ സംസാരങ്ങൾ തീരും. ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ വീട്ടിലെ ചിരികൾ അവസാനിക്കും. ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ വീട്ടിലെ കൂട്ടങ്ങൾ അവസാനിക്കും. ഞാൻ വീട്ടിലേക്ക് ചെല്ലും. അങ്ങനെയല്ലോ, ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്ന് പറഞ്ഞ പോലെ ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ വീട്ടുകാരൊക്കെ വഴിമാറിപ്പോകും. അതുകൊണ്ട് എനിക്ക് തോന്നുക, എന്തിനാ വീട്ടുകാർക്കൊരു ഭാരമായിട്ട്? അവരെപ്പോഴും കൂടിയിരിക്കട്ടെ, അവരെപ്പോഴും ചിരിക്കട്ടെ, അവരെപ്പോഴും സന്തോഷിക്കട്ടെ. ഞാൻ അവരുടെ ചിരിക്കും സന്തോഷത്തിനും ഒരു തടസ്സമാകുന്നുവെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ അവിടെ പോകുന്നത്? ഞാൻ എങ്ങട്ടേലും പോട്ടെ എന്ന് വിചാരിക്കുകയാണ്. ഞാൻ ഇത് പറയുമ്പോൾ എൻ്റെ മുമ്പിലും പിന്നിലുമായി ഇരിക്കുന്ന ഒരുപാട് ബാപ്പമാർക്ക് പറയാണ്ട് കേട്ടോ, പൊന്നാര മക്കളെ, ഒരുപാട് ബാപ്പാർക്ക് പറയാണ്ട്. മൗലവി, അത് നിങ്ങൾ പറഞ്ഞ ആചാര മാത്രം പ്രശ്നമല്ല, എനിക്കൊക്കെ പലവട്ടം തോന്നിക്കണ് നമ്മളെ വീട്ടിലും ആ പ്രശ്നം ഇടക്കിടക്ക് ഉണ്ടാവുന്നുണ്ട്. അത് എന്താ പറഞ്ഞ ഈ ആളുകൾ എന്താ പറയാരോ? അതെ, ഓളും കുട്ടികളൊക്കെ പണ്ട് ഒന്നയക്കുകയാണ്. ഇപ്പം ഞാൻ വേണ്ട, അത് മക്കൾ തീരുമാനിക്കും, ഓളോട് പറയും, ഓളും മക്കളും കൂടി ചെയ്യും. നമ്മളിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കണ്ടില്ല കേട്ടില്ല അറിഞ്ഞ് നടക്കല്ലാതെ എന്താ നമുക്ക് വീട്ടിൽ യാതൊരു റോളും ഇല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, എൻ്റെ സമയം അരമണിക്കൂറായതുകൊണ്ട് എനിക്ക് പറയാൻ സമയമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തീർക്കട്ടെ. നിങ്ങളുടെ വീടുകളിലെ രാജാവ് നിങ്ങളുടെ വീട്ടിലെ ബാപ്പയാവണം. നിങ്ങളുടെ വീട്ടിലെ രാജാവ് നിങ്ങളുടെ വീട്ടിലെ ബാപ്പയാവണം. നമ്മുടെ നാട്ടിലെ പ്രധാനമന്ത്രി റഷ്യ സന്ദർശിക്കാൻ പോവുകയാണെങ്കിലേ ആ റഷ്യൻ സന്ദർശനത്തിൻ്റെ തുടക്കം എന്നോണം അദ്ദേഹം എയർപോർട്ടിൽ വിമാനം കയറാൻ വരുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മുടെ നാട്ടിലെ പ്രമാണിമാരായ ഉദ്യോഗസ്ഥന്മാരും നേതാക്കന്മാരൊക്കെ എയർപോർട്ടിലെത്തി നമ്മുടെ പ്രധാനമന്ത്രിയെ യാത്രയാക്കാൻ വേണ്ടി വരും. അതൊരു ബഹുമാനമാണ്. നമ്മുടെ ബാപ്പ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ, ബാപ്പ എന്നാ നോക്കിയാ ഞാൻ പോവട്ടോ എന്ന് ബാപ്പ വിളിച്ചു പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ വീട്ടിൽ
വീട്ടിലെ ഉമ്മയുണ്ടല്ലോ, ആ വീട്ടിലുള്ള മറ്റുള്ളവരുണ്ടല്ലോ, അവര് വരണം. വീടിന്റെ വരാന്തയിൽ എടി മോളെവിടെ, മോനെവിടെ, വാ വേമ്പാ, എന്റെ ബാപ്പ പോവാണ്. ബാപ്പ സലാം പറയുമ്പോ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് സലാം പറയുമ്പോ ആ മക്കളും കുടുംബവും വരാന്തയിൽ ഉണ്ടാവണം. ആ ബാപ്പ കൊണ്ട വെയിലാണ്, ആ ബാപ്പയുടെ വേർപ്പാണ്. ഇന്ന് വയസ്സായി, മുടിനരച്ച്, കാണാൻ ഭംഗിയില്ല, മുതുക് വളഞ്ഞ് ആ മെലിഞ്ഞു നിൽക്കുന്ന മനുഷ്യൻ കൊണ്ട വെയിലാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന തണലെന്ന് പ്രിയപ്പെട്ടവരെ മറക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ ബാപ്പ നമ്മുടെ വീട്ടിലെ രാജാവാകണം. അതാക്കേണ്ട ചുമതല, അതങ്ങനെ നിലനിർത്തേണ്ട ചുമതല പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾക്കുണ്ട്. മക്കളോട് പറയണം, ബാപ്പയോട് ചോദിച്ചോ, ബാപ്പയോട് പറഞ്ഞോ. മക്കള് ഒരു വലിയ അപകടം തരങ്ങള്, ചില ആണുങ്ങളെ വീട്ടില് ബാപ്പ എന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ മടി കാണിച്ച ചില ആണുങ്ങളുണ്ട്. എന്താ പറഞ്ഞാലോ, അതൊക്കെ ഓള് നോക്കിക്കോളും, ഓള് എല്ലാത്തിനും ഭയങ്കര കഴിവാ, കുട്ടികളെ പഠിപ്പിക്കാനും ആശുപത്രി കൊണ്ടുപോകാനും എന്തിനും ഭയങ്കര കഴിവാ ഒക്കെ. അതുകൊണ്ട് ഞാൻ ഒന്നിനും ഇറങ്ങാറില്ല, പൈസ ചോദിക്കണേ കൊടുക്കും, ബാക്കി ആശുപത്രി പോകലും അവിടെ പോകലും ഇവിടെ പോലെ ഓള് എല്ലാത്തിനും പറ്റിയ ആളാ. മടിയന്മാരായ ചില ആണുങ്ങളുണ്ട്, അത് ഓരോ സ്വഭാവ. അപ്പൊ ഞാനും അങ്ങനെ തന്നെ കാരണം എൻ്റെ ഭാര്യനെ എല്ലാ കാര്യം ഏൽപ്പിച്ചാൽ എനിക്ക് പീഡിയ കൊലായ്മ സൊറച്ചിരിക്കുക. ഇടയ്ക്ക് ഭാര്യ വിളിക്കും, പിന്നെ എൻ്റെ കുട്ടിയും കൊണ്ട് ഞാൻ ആശുപത്രിയിലാട്ടോ, എന്നാ അവിടെ നിന്നോ, വലത്തെ ഭാഗത്ത് ഡോക്ടർ വരും, കുറേ കഴിഞ്ഞോള് വിളിക്കും, പിന്നെ ഡോക്ടർ വന്നിട്ടില്ലട്ടോ, സാരല്ല 2 മണിക്കൂറായിട്ടല്ലേ ഉള്ളൂ, ഭയങ്കര തിരക്കാണ്, എല്ലാവർക്കും പനിയാ, കുറച്ചു നേരം കൂടി അവിടെ നിന്നോ. അങ്ങനെ 8 മണിക്ക് ഡോക്ടറെ കണ്ടോള് വിളിക്കും, പിന്നെ ബസ്സൊന്നുമില്ല, വീട്ടിൽ പോകാം, എന്തേലൊക്കെ പേരയിക്കാറ് നോക്ക്, ലാസ്റ്റ് ബസ് വന്നിട്ടില്ല, ഓനവിടെ ഇരിക്കുക കോന്തൻ. ആ കുട്ടികളെ ബാപ്പ കുരുത്തം കേട്ടോ, ഓൻ അവിടെ ഇരുന്നിട്ട് ആ പണി മുഴുവനും അവനവന്റെ ഭാര്യയെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അത്തരം ആണുകൾ വീട്ടിൽ നിന്ന് പുറത്താകും, വേഗം പുറത്താകും. കാരണം എന്താ അറിയോ, അവൻ കൊടുക്കുന്ന 100 ഉറുപ്പികക്ക് പകരം ഇവളുടെ മക്കള് വളർന്ന് ആ മക്കള് 250 കൊടുക്കാൻ പ്രാപ്തിയുള്ളവരാകുമ്പോ ആ സ്ത്രീക്ക് തോന്നും, എൻ്റെ ഭർത്താവിനെ കൊണ്ടൊരു കാര്യമല്ല, നിങ്ങൾ പൊയ്ക്കോളി മനുഷ്യരും, അയാളെ ഇറക്കി വിടും. 60ഉം 65ഉം 70ഉം കഴിഞ്ഞ ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, ഉസ്താദെ ഒരു കല്യാണം കഴിക്കണം, ഒരു പെണ്ണ് പോകണം. അപ്പം എന്തേ നിങ്ങളെ പെണ്ണുങ്ങൾ മരിച്ചോ? മരിച്ചിട്ടില്ല. മക്കളില്ലേ? മക്കളുണ്ട്. പിന്നെ എന്തേ ഇറക്കി വിട്ടു അവരെന്നെ, ഇനി എന്തിനാ അപ്പം നിങ്ങൾക്ക് ഒരു പെണ്ണുങ്ങൾ? അത് പൊന്നാർ ഉസ്താദെ കഴിഞ്ഞ ആഴ്ച വയറ്റുനോക്ക് പിടിച്ചുകാണ്ട് ഒരാഴ്ച ഗവൺമെൻറ് ആശുപത്രി കടന്ന് തിരിഞ്ഞു നോക്കാൻ ഒരാളുണ്ടായില്ല. നഴ്സുമാരോട് ഇപ്പം നമ്മുടെ അണ്ടർവെയർ തിരുമ്പാൻ പറയാൻ പറ്റൂലല്ലോ. ഞാൻ ഇടങ്ങേറായ ഒരു ഇടങ്ങേറുണ്ട്, ഒരു ഭാര്യ ഇല്ലാത്ത ജീവിതത്തിൻ്റെ ദുരന്തം ഞാൻ മനസ്സിലാക്കി. ഞങ്ങൾ ഓളെ പോയി വിളിച്ചോളി, ഓള് വരൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ഓള് വരാത്ത ഞാൻ ചോദിച്ച്. അപ്പോൾ ഓള് പറയണേ, ഉസ്താദെ ആ മനുഷ്യനെ കൊണ്ട് ഭർത്താവ് എന്നുള്ള നിലക്കോ എൻ്റെ കുട്ടികളെ ബാപ്പ എന്നുള്ള നിലക്കോ ഒരു ഉപകാരം അയാളെ കൊണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഇനി വയറ്റ് നോക്കുമ്പോൾ അണ്ടർവെയർ കേൾക്കാനായിട്ട് എനിക്കൊരു ഭർത്താവ് മാണ്ട, പോയി പണിയൊക്കട്ടെ എന്നാ പറഞ്ഞ്. ആ രൂപത്തിൽ സംസാരിക്കുന്ന തരത്തിലേക്ക് അവനവൻ്റെ നിലയും വിലയും വീട്ടിൽ നിന്ന് പോകാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ ബാപ്പമാർ, ആദ്യം ഞാൻ ബാപ്പാരോട് പറയാം, നിങ്ങൾ വീട്ടിൽ രാജാവായിട്ട് തന്നെ ജീവിക്കണം കേട്ടോ. അതിലിപ്പോഴത്തെ കാലത്തെ പ്രശ്നം എന്നതറിയോ, നിങ്ങൾ ചെറുപ്രായത്തിൽ കല്യാണം കഴിച്ച ആൾക്കാർക്കൊക്കെ പെണ്ണുങ്ങളോട് ഇത്തിരി ഇഷ്ടം കൂടുതലാണ്. അതുകൊണ്ട് പെണ്ണുങ്ങൾ ഇടങ്ങാറാവാതിരിക്കാൻ ആണുങ്ങളുടെ സ്ഥാനം പെണ്ണിൻ്റെ കാൽക്കീഴിൽ വെച്ച് കൊടുത്തപ്പോൾ അവിടെ സംഭവിച്ച ഒരു അപകടമുണ്ട്. എന്താ അറിയോ, ആണല്ലാതായി മാറി. ആണല്ലാതായി മാറിയത് അവൻ്റെ ആണിൻ്റെ അവയവങ്ങൾ മുറിഞ്ഞു പോയതുകൊണ്ടൊന്നല്ല, ആണത്വം നഷ്ടമായി. ആണത്വം നഷ്ടമാവാതിരിക്കാൻ അല്ലാഹു തആല നിശ്ചയിച്ച മാർഗം എന്താ അറിയോ, കുടുംബത്തിൻ്റെ രാജാവ് പുരുഷനായിരിക്കണം. അതിനാവശ്യമായ ശാരീരിക ക്ഷമതയും അതിനാവശ്യമായ മാനസികമായ പക്വതയും അതിനാവശ്യമായ സാമ്പത്തികം ഉണ്ടാക്കാനുള്ള കഴിവോടുകൂടിയുമാണ് അള്ളാഹു ആണിനെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് ആണുങ്ങളെ, ബാപ്പമാരെ, നിങ്ങളൊക്കെ ഇപ്പം ഇതിൽ ബാപ്പയും മക്കളുണ്ടാവും, പക്ഷെ എല്ലാവരും ഒരു കാലത്ത് ബാപ്പയാവുമല്ലോ. അതുകൊണ്ട് ഞാൻ ബാപ്പാനോട് സംസാരിക്കുക, ബാപ്പമാരെ, വീടിൻ്റെ ഭരണാധികാരി ഒരിക്കലും ഒരാൾക്കും വിട്ടുകൊടുക്കരുത്. അത് വിട്ടുകൊടുത്താൽ പിന്നെ ഒരു കാലത്ത് നിങ്ങൾ ആർക്കും വേണ്ടാത്തവനായിട്ട് മാറും. അതുകൊണ്ട് ഒന്ന്, ബാപ്പമാരായിട്ടിരിക്കണം. അവർ വീടിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം, അത് നിർവഹിക്കണം. എത്ര വയസ്സായാലും അവരോട് ചോദിക്കാതെ ആ വീടുകളിൽ ഒരു കാര്യം നടക്കരുത്. പത്ത് വലിയ അപകടം താരങ്ങൾ വയസ്സാകുമ്പോഴേക്ക് പേരെയും സ്വത്തുമൊക്കെ മക്കളെ പേരിൽ എഴുതി വെച്ചിട്ട് അവസാനം വയസ്സായി വരുമ്പോൾ, ഇതാ കഴിഞ്ഞ ആഴ്ച ഒരു ബാപ്പ പറഞ്ഞ് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട്, അപ്പോൾ വീട് നിങ്ങളെ വീടല്ലേ, വീടൊക്കെ എൻ്റെ വീടേനി, പക്ഷെ അത് എൻ്റെതല്ലാതെ ഞാൻ അറിഞ്ഞിട്ടില്ല,
എന്തേ പറ്റിയറിയോ? ഏതോ ഒരു സ്നേഹത്തിന്റെ സമയത്ത് മൂപ്പരൊരു സാമ്പത്തിക പ്രയാസത്തിലൊക്കെ പെട്ട സമയത്ത് പെണ്ണുങ്ങളുടെ ഒരു ഉപദേശം ഉണ്ടായി, പിന്നെ പൊന്നാര മനുഷ്യ നിങ്ങൾക്ക് പ്രയാസങ്ങളൊക്കെ ഉള്ളത്, നിങ്ങൾ ആ വീട് എൻ്റെ പേരിൽ എഴുതിക്കളി, ഞങ്ങളെ കടമൊന്നും നമ്മളെ വീടിനെ ബാധിക്കൂലല്ലോ. ആ സ്നേഹത്തിൽ അയാൾ വീട് പെണ്ണിൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം എന്താ സംഭവിച്ചറിയോ? ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ മകനും ബാപ്പി ഏറ്റുമുട്ടിയപ്പോൾ ആ മകൻ പറഞ്ഞു ബാപ്പാനോട്, മിണ്ടാതിരുന്നോ, ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കി വിടട്ടോ. ബാപ്പ പറഞ്ഞു എൻ്റെ വീട്ടിൽ നിന്ന് ജിന്നെ ഇറക്കി വിട്, അതിന് ഈ ആരാ? അപ്പം മകൻ ചിരിച്ചത്ര, നിങ്ങളെ വീടോ? നിങ്ങളെ വീട് ഏതാ? അപ്പം അത് എൻ്റെ വീടല്ല, ഇത് നിങ്ങളെ വീടല്ല, അതാ ആധാരം നോക്കി, ഇതിപ്പം എൻ്റെ വീടാ. അയാൾ പെണ്ണുങ്ങളെ മുഖത്തേക്ക് പേടിയോടുകൂടി നോക്കിയപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ കഴിഞ്ഞൊല്ലം ഓനൊരു ലോൺ എടുക്കാൻ വേണ്ടി ഓൻ്റെ പേരിൽ എഴുതി കൊടുത്തിക്കണേ. 25 കൊല്ലം ഗൾഫിലെ കത്തുന്ന മരുഭൂമിയിൽ പണിയെടുത്ത് അവസാനം നാട്ടിലൊരു വീട് വെച്ചു എന്ന് ആശ്വസിച്ച ആ മനുഷ്യന് ഇടിവെട്ടേറ്റതുപോലെയായി. തനിക്കൊരു വീട് പോലും ഇല്ല എന്ന് തിരിച്ചറിയപ്പോൾ അയാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതാ. അതുകൊണ്ട് പ്രിയപ്പെട്ട ബാപ്പമാരെ, അവസാനം വരെ നമ്മുടെ വീട്ടിൽ എന്ത് നടക്കുന്നുണ്ടോ അതിൻ്റെ ഉത്തരവാദി, അത് നിർണയിക്കുന്നത്, അതിൻ്റെ ചിന്തയിൽ, അതിൻ്റെ തീരുമാനത്തിൽ ബാപ്പ ഉണ്ടാവണം. മക്കളോടോ ഭാര്യയോടോ ഉള്ള അമിത സ്നേഹം കൊണ്ടെങ്ങാനും അത് നിങ്ങളൊക്കെ തീരുമാനിച്ചോളി. ഞാൻ പോയൊരു ചായ കുടിച്ച് വരട്ടെ, ചായ കുടിച്ചാൻ പോയാൽ അവസാനം ജീവിതത്തിൽ ആ ചായ ഉണ്ടാവുള്ളൂ. വീട്ടിൽ ഒരു ചായൻ്റെ വില പോലും നിങ്ങൾക്ക് ഉണ്ടാവില്ല. രണ്ടാമത് സംസാരിക്കാനുള്ള ഉമ്മയോടാണ്. ഉമ്മ, ഇപ്പം ബാപ്പയെ പറ്റി ഞാൻ പറഞ്ഞു, ഇനി ഉമ്മയെ പറ്റി പറയട്ടെ. ആരാവണം ഒരു വീട്ടിലെ ഉമ്മ? ഇപ്പോഴത്തെ കാലത്ത് ഒരു വീട്ടിൽ, പണ്ടൊക്കെ ഒരു വീട്ടിലെ ഏറ്റവും പാവപ്പെട്ട ജീവി പൂച്ചയിക്കാരം, ഇപ്പൊ പൂച്ചനേക്കാൾ പാവമുള്ള ജീവിയക്കാരം അമ്മ. ഏതെങ്കിലും വീടിൻ്റെ മൂലയിൽ, വാതിലിൻ്റെ പിന്നിൽ അങ്ങനെ പറ്റിക്കൂടി നിൽക്കുന്ന, അധികാരമില്ലാത്ത, വീട്ടിലുള്ള എല്ലാവരുടെയും തെറി കേൾക്കേണ്ടി വരുന്ന ഒരു ജീവിയായിട്ട് ആ വീട്ടിലെ ഉമ്മമാർ മാറുന്ന ഒരവസ്ഥയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിൽ സമാധാനമുണ്ടാവണമോ ആ വീടിൻ്റെ ഭരണാധികാരിയായി ഉമ്മയുണ്ടാവണം എന്ന് പഠിപ്പിച്ചത് അഷ്റഫുൽ ഖൽഖാണ്. അൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ. തൻ്റെ ഭർത്താവിൻ്റെ വീടിൻ്റെ റായി. ആരാ റായി നിറങ്ങൾ? ആടുകളെ തെളിച്ചു കൊണ്ടുപോകുന്ന മേക്കാരുണ്ടല്ലോ, പുല്ലും വെള്ളവുമുള്ള ഇടത്തേക്ക്, ആടിനെ ഉപദ്രവിക്കുന്ന വന്യമൃഗങ്ങളില്ലാത്തിടത്തേക്ക്, ആടുകൾക്ക് അപകടമില്ലാത്ത ഏരിയയിലേക്ക് ആടുകളെ തീറ്റി കൊണ്ടുപോകുന്ന ഒരാട്ടിടയനുണ്ടല്ലോ. തൻ്റെ കുടുംബത്തിലെ ഒരാൾക്ക് പോലും അപകടം പറ്റാതെ, തൻ്റെ കുടുംബത്തിലെ ഒരാൾ പോലും പ്രയാസപ്പെടാതെ, തൻ്റെ കുടുംബത്തിലെ ഒരാൾക്ക് പോലും നരകശിക്ഷ അനുഭവിക്കാതെ ആ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനമെടുത്തവളാണ് ഉമ്മ. അതുകൊണ്ട് ഉമ്മ ആ വീടിൻ്റെ ഉള്ളിലെ ഭരണാധികാരിയാവണം. തീരുമാനങ്ങൾ എടുക്കാൻ, അത് നടപ്പാക്കാൻ ഉമ്മക്ക് ശേഷിയുണ്ടാവണം. ആ ഉമ്മയെ അതേ സ്ഥാനത്ത് കുടിയിരുത്താൻ പ്രിയപ്പെട്ട ബാപ്പമാരെ നിങ്ങൾ ഒരുക്കമാവണം. പലപ്പോഴും കുറച്ച് വയസ്സായാലേ നമ്മളെ വാപ്പാർ ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഭാര്യനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. നിങ്ങളെ കുട്ടികളെടുത്തോ, ആ ഓല തള്ള എവിടെയൊക്കെ ഉണ്ടാവും, തള്ള എന്നാ പറയാ, തള്ള, ഓല തള്ള. എന്താണ് ഈ തള്ള പറഞ്ഞ സാധനം? 10-20 കൊല്ലം ഒരു പെൺകുട്ടിയെ പ്രസവിച്ച് പോറ്റി വളർത്തി കേടുപാടൊന്നുമില്ലാതെ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭാഗമാകാൻ ആ കയ്യിലേക്ക് വെച്ചു കൊടുത്തപ്പോൾ ഹൃദയം പറിച്ചെടുക്കുന്ന വേദനയോടുകൂടി മകൾക്ക് വേണ്ടി കരഞ്ഞ ഉമ്മ ഇപ്പം നമുക്ക് തള്ളയാണ്. ഓളെ തന്തണ്ടല്ലോ, മഹാവൃത്തിയട്ടോനാ, ഓളെ തള്ളണ്ടല്ലോ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ട ബാപ്പമാരെ, നിങ്ങളുടെ ഭാര്യമാർ അവരൊരു പക്ഷെ കാണാൻ സൗന്ദര്യമില്ലാത്തവരാവാം, വാർദ്ധക്യം ബാധിച്ചവരാവാം, ആരോഗ്യം കുറഞ്ഞവളാവാം. നിങ്ങളുടെ അയൽപ്പക്കത്ത് ജീവിക്കുന്നവന്റെ ഭാര്യയോളം ഒരുപക്ഷെ സംസാരിക്കുന്നവളോ അല്ലെങ്കിൽ സ്വഭാവമുള്ളവളോ അല്ലെങ്കിൽ സൗന്ദര്യമുള്ളവളോ ശരീരമുള്ളവളോ അല്ലാതിരിക്കാം. പക്ഷെ അവൾ നിങ്ങളുടെ ഭാര്യയാണ്. സൗജ് എന്നാണ് അള്ളാഹു ഭാര്യ ഭർത്താക്കന്മാർക്ക് കൊടുത്ത പേര്. സൗജ് എന്ന് പറഞ്ഞ എന്താ നിങ്ങൾ? ഇണ എന്നാണ്. നമ്മുടെ ഇണയാണവൾ. അല്ലാഹു തആല ഈ ലോകത്ത് നമുക്ക് തന്ന ഇണയാണത്. നാളെ പരലോകത്ത് സ്വർഗത്തിലോളം നമ്മളെ കൊണ്ടുപോവാൻ നമ്മുടെ കയ്യിലേക്ക് റബ്ബേൽപ്പിച്ച അനശ്വരമായ നിധിയാണത്. അതുകൊണ്ട് സ്വന്തം ഭാര്യയെ ഭാര്യയായും തൻ്റെ ജീവന്റെ പകുതിയായും കാണാൻ ഒരു ഭർത്താവിന് സാധിക്കുമ്പോൾ ആ വീട്ടിൽ സമാധാനം ഉണ്ടാവും. അതുകൊണ്ട് എൻ്റെ വിഷയത്തിൻ്റെ ആദ്യ ഭാഗം എന്നോണം, ഇനി 5 മിനിറ്റ് ഉള്ളൂ, എനിക്കിങ്ങോട്ട് പറയാനുള്ള എന്താ പറയുക, ഒന്ന്, മാതാപിതാക്കൾ ആ വീട്ടിലെ രാജാക്കന്മാരായിരിക്കുമ്പോൾ ആ വീട്ടിൽ സമാധാനം ഉണ്ടാവും. ആ മാതാപിതാക്കളെ പുറന്തള്ളി, ഇപ്പൊ സിറിയൊക്കെ കേട്ടില്ലെങ്കിൽ ഭരണാധികാരികളെ പുറന്തള്ളി വിമതന്മാർ അധികാരത്തിലെത്തുമ്പോൾ പിന്നെ ആ രാജ്യത്ത് വെടിവൊട്ടാനും ബോംബ് പൊട്ടാനും സമയം ഉണ്ടാവുള്ളൂ. അവിടുത്തെ ഭരണാധികാരികൾ അവർ തന്നെയാവണം. അതുകൊണ്ട് എല്ലാ മക്കളും തീരുമാനിക്കുക, തങ്ങൾ പാർക്കുന്നത് ബാപ്പാൻ്റെയും ഇമ്മാൻ്റെയും വീട്ടിലാണെങ്കിൽ ആ വീടിൻ്റെ ഭരണാധികാരികൾ അവർ തന്നെയാവണം. അവരുടെ അഭിപ്രായങ്ങളും അവരുടെ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ്
ജീവിതം മുന്നോട്ട് പോവുക. അല്ലാതെ 10 ഉറുപ്പിക വരുമാനം ഉണ്ടാകുമ്പോഴേക്ക് ഉമ്മയും ബാപ്പയും പുറംപോക്കുകാരായി മാറിയാലേ ആ പെരന്റെ ഉള്ളിൽ സമാധാനം ഉണ്ടാവില്ല. സമാധാനം തേടി ബിവറേജിലേക്കും മദ്യഷാപ്പിലേക്കും തുണിയില്ലാതെ അഴിഞ്ഞാടുന്ന കടൽ തീരങ്ങളിലേക്കും നിങ്ങൾ പോകേണ്ടി വരും. കാരണം സമാധാനത്തിന്റെ കേന്ദ്രം നിങ്ങളെ പുറന്തള്ളിയിരിക്കുന്നു എന്നർത്ഥം. അതുകൊണ്ട് മാതാപിതാക്കളെ, ആ വീട്ടിലുള്ളവർ വീടിന്റെ ഭരണാധികാരികളായി രാജാക്കന്മാരായി കാണുക. ഇപ്പൊ ഇടയ്ക്കൊക്കെ മക്കൾ പറയാറുണ്ട്, അതിന് ഞമ്മക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ബാപ്പാക്കുമ്മാക്കും ഒരു കുന്തം തിരിയില്ല. എൻ്റെ ഏർപ്പാടിനെ കുറിച്ചോ എൻ്റെ പ്രശ്നത്തെ കുറിച്ചോ ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധിയെ കുറിച്ചോ ഒന്നും ഓലോട് പറഞ്ഞിട്ടൊരു കാര്യമല്ല. ഞാൻ ഷെയർ മാർക്കറ്റിൽ പൈസ ഇട്ട് ഓൺലൈനിൽ കച്ചവടം നടത്തി, അത് പൊളിയാണ്, അതൊക്കെ ബാപ്പാനോടും ഉമ്മാനോടും പറഞ്ഞിട്ട് എന്താ കാര്യം? ചില മക്കളെ സംശയമാണ്. കേട്ടോളി, നിങ്ങൾക്കറിയോ, നമ്മളമ്മ ഒരു പക്ഷേ 4ാം ക്ലാസ് ഇല്ലാത്ത അമ്മയാവാ, മുടിയൊക്കെ നിറച്ചിട്ടുണ്ടാവാ, നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരന്തം ഇല്ലാത്തൊരു സ്ത്രീയാവാ. പക്ഷേ മഗ്രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടേ നിസ്കാര കുപ്പായത്തിന്റെ ഉള്ളിൽ ആ മുസല്ലയിൽ തസ്ബീഹ് മാലയും കൊണ്ട് യശാബാങ്കും കാത്ത അമ്മ ഇരിക്കുന്ന ഒരു ഇരുത്തുണ്ട്. ആ ഇരുത്തത്തിൽ ആ ഉമ്മ എങ്ങാനും പടച്ചോനെന്ന് വിളിച്ചിട്ട്, അള്ളാഹുവേ എൻ്റെ കുട്ടിക്ക് എന്തോ ഇടങ്ങേറുണ്ട്, എനിക്കത് മനസ്സിലായിട്ടില്ല, പടച്ചോനെ എൻ്റെ കുട്ടിൻ്റെ ഇടങ്ങേറൊന്ന് മാറ്റണേന്ന് ആ നിസ്കാര കുപ്പായത്തിന്റെ ഉള്ളിലിരുന്ന് ആ ഉമ്മ എങ്ങാനും തേടിയുണ്ടല്ലോ, ലോകത്തിലെ സകല തങ്ങന്മാരും മോലിയന്മാരും മൗലവിമാരും നിങ്ങൾ എത്ര ബിരിയാണി നെയ്ച്ചോറും വെച്ച് കൊടുത്തിട്ട് കാര്യമില്ല, കാണിക്ക കൊടുത്തിട്ട് കാര്യമില്ല, അവരുടെ പ്രാർത്ഥനയേക്കാൾ ആ ഉമ്മാന്റെ ശുഷ്കിച്ച നെഞ്ചിൻ കൂടിന്റെ ഉള്ളിൽ നിന്ന് ഒരു കാലത്ത് വിശപ്പടക്കാൻ അമ്മിഞ്ഞ പാല് കുടിച്ച ഉമ്മയുടെ തൂങ്ങിക്കിടക്കുന്ന ആ ശുഷ്കിച്ച സ്ഥലങ്ങൾക്കുള്ളിൽ നിന്ന് ഒരൊറ്റ തേട്ടം, അള്ളാഹുവേ എൻ്റെ കുട്ടിയുടെ ഇടങ്ങേറ് മാറ്റിക്കൊടുക്കണമെന്ന് ആ ഉമ്മ പ്രാർത്ഥിച്ചാൽ, ഒന്നാമത്തെ സഫിൽ പള്ളിയുടെ ഉമ്മാമിന്റെ വലതുഭാഗത്തിരുന്ന് ശുഷ്കിച്ച വിറക്കുന്ന കൈകൾ വിറച്ചുകൊണ്ട് ആ ബാപ്പയൊരു തേട്ടം തേടിയാൽ, പൊന്നാര മക്കളെ, നിങ്ങൾ ഏത് നിലവാരത്തിലുള്ളവരാവട്ടെ, ഐടിയോ ഏതോ ആവട്ടെ, നിങ്ങളെ ബിസിനസ് ഇന്റർനാഷണൽ ആവട്ടെ, ആ പ്രാർത്ഥനയോളം നിങ്ങൾക്ക് ഉപകരിക്കുന്നതൊന്നും ഈ ലോകത്തില്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ട മക്കളും മനസ്സിലാക്കണം കേട്ടോ. അതുകൊണ്ട് ജീവിതത്തിൽ എത്ര വളർന്നാലും, ജീവിതത്തിൽ എവിടേക്ക് എത്തിയാലും ചേർത്ത് പിടിച്ചോളണ്ടി. അത് ജീവിതത്തിലെ അനശ്വരമായ മുത്തുകളാ. ഈ ലോകത്ത് മാത്രമല്ല പരലോകത്തും. ഒരു പെണ്ണിനോടൊന്ന് പറഞ്ഞ്, ഉസ്താദേ ഞാൻ എൻ്റെ വീട്ടിലേക്കൊന്ന് പോവാൻ എൻ്റെ ഭർത്താവിനോട് അനുവാദം ചോദിച്ചാൽ മൂപ്പർ അനുവദിക്കണില്ല. അപ്പം ഞാൻ അയാളോട് പറഞ്ഞു, എടോ എൻ്റെ ഭാര്യ വീട്ടിൽ പോകാൻ ചോദിച്ചൊന്ന് വിട്ടൂടെ, അത് ഉസ്താദെ ഓളെ വീട്ടിൽ ഭയങ്കര ഇടങ്ങേറാ, ഞോളും കുട്ടികളും പോയിട്ട് അവിടെ ഐറ്റങ്ങൾ ഇടങ്ങേറാക്കണ്ട എന്ന് വിചാരിച്ചാൽ ഞാൻ വിടാത്തത്. ഞാൻ ആ ഭാര്യയോട് പറഞ്ഞു, അത് എൻ്റെ വീട്ടിലെ ഇടങ്ങേറ് വിചാരിച്ചിട്ടാവും വിടാത്തത്. അപ്പോൾ ആ ഭാര്യ പറയണേ, ഉസ്താദെ വീട്ടിൽ ഇടക്കിടക്ക് ഞങ്ങൾ തമ്മിൽ ചില പ്രശ്നം ഉണ്ടാവും, ഭാര്യയും ഭർത്താവും, അപ്പം എനിക്ക് വലിയ സങ്കടം ഉണ്ടാവും. അപ്പോഴാണ് ഞാൻ ചോദിക്കല്, അപ്പോഴാണ് എൻ്റെ അമ്മാനൊന്ന് പോയി കാണട്ടെ. എന്തിനാണ് ഉസ്താദെ? എത്ര പ്രയാസം ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഉച്ചക്ക് ശേഷം ചോറുന്നിട്ട് എൻ്റെ അമ്മാൻ്റെ മടിയിൽ തലവെച്ചൊരു കിടത്തുണ്ട്. ഉമ്മയുടെ ശുഷ്കിച്ച വിരലുകൾ കൊണ്ട് എൻ്റെ മുടിയിഴകൾ ഇങ്ങനെ തലോടിയിട്ട് ഉമ്മ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ ഓരോന്നായി എൻ്റെ ഉമ്മയോട് കണ്ണീരോടെ പറയുമ്പോൾ എൻ്റെ ഉമ്മാൻ്റെ ഒരു സമാധാനിപ്പിക്കലുണ്ട്. സാരല്ല മോളെ, അങ്ങനെയൊക്കെ തന്നെയാണ്, എൻ്റെ ബാപ്പി അങ്ങനെ തന്നെ ഇനി, എന്നിട്ടും നമ്മളൊക്കെ അങ്ങനെ എത്തിയില്ലേ, അതുകൊണ്ട് മോള് ക്ഷമിച്ചളാ എന്നെൻ്റെ ഉമ്മ പറയുമ്പോൾ, ഉസ്താദെ എൻ്റെ എല്ലാ സങ്കടം ഒലിച്ചു പോകും. അതുകൊണ്ടാണ് എനിക്ക് പ്രയാസം ഉണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ അമ്മാൻ്റെ അടുത്തൊന്ന് പോട്ടെ ചോദിക്കണേ. പൊന്നാര മക്കളെ, സ്വന്തം ഉമ്മയുടെ സ്വന്തം ഉപ്പയുടെ ആ മടിത്തട്ടിൽ നിങ്ങൾക്ക് സമാധാനം തേടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ സമാധാനത്തിൻ്റെ കേന്ദ്രം ആ മടിത്തട്ടായിരിക്കും. അതുകൊണ്ട് വീടുകളിൽ നമ്മുടെ മാതാപിതാക്കൾ അവർ രാജാക്കന്മാരായി ജീവിക്കട്ടെ. ആ മാതാപിതാക്കളോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഒരായത്തുണ്ട് ഖുർആനിൽ. ഒരായത്തല്ല, 2 ആയത്ത്. ഓതാനും വായിക്കാനും സമയമല്ല, 3 മിനിറ്റ് സമയമുണ്ട്. സൂറത്തുൽ ഇസ്രായിലാണ് ആ ആയത്ത്. സൂറത്തുൽ ഇസ്രായിൻ്റെ 23, 24 ആയത്തുകൾ മറക്കരുത് കേട്ടോ. വീട്ടിൽ പോയിട്ട് വിശുദ്ധ ഖുർആൻ എടുത്തിട്ട് സൂറത്തുൽ ഇസ്രായിൻ്റെ 23, 24 ആയത്ത്, വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ ഫഇമ്മാ യബ്ലുഅന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ വലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഹ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ. നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട, നമ്മുടെ ചില ആൾക്കാർ പറയേ, എൻ്റെ ബാപ്പാക്കുമ്മാക്ക് എന്ത് കുറവാള്, ബിരിയാണിക്ക് ബിരിയാണി, മന്തിക്ക് മന്തി, മരുന്നിന് മരുന്ന്, ഹജ്ജിന് ഹജ്ജ്, ഉംറക്ക് ഉംറ, ഞാൻ എന്ത് കുറവാ വരുത്തിയത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ കാണിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കടമയായിട്ട് പടച്ച റബ്ബ് പറഞ്ഞത് ആഴ്ചയിൽ മിംസ് കൊണ്ടുപോകണമെന്നല്ല, അല്ലെങ്കിൽ ആഴ്ചയിൽ കുഴിമന്തി വാങ്ങിക്കൊടുക്കണമെന്നല്ല. അള്ളാഹുവിൻ്റെ ഒന്നാമത്തെ കൽപ്പന എന്താ? നിങ്ങൾ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. കേട്ടോളി,
ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, വെറുപ്പിന്റെ ഒരു വാക്ക്. എന്തെമ്മങ്ങളെ കാട്ടിയേ, എന്തിനാ ബാപ്പങ്ങൾ അങ്ങോട്ട് വന്ന്? വെറുപ്പിന്റെ ഒരു വാക്ക് നിന്റെ മാതാപിതാക്കളോട് പറഞ്ഞു പോകരുത്. വെറുപ്പിന്റെ ഒരു വാക്ക്. അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുക, ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപം ഏതാണ്? അത് ശിർക്കാണ്. അള്ളാഹുവിന് പകരം മറ്റുള്ളവരെ ആരാധിക്കലാണ്. അത് കഴിഞ്ഞാൽ ഏതാണ്? റസൂലുള്ള പറയാണ്, മാതാപിതാക്കളെ ഉപദ്രവിക്കലാണ്, വേദനിപ്പിക്കലാണ്. മാതാപിതാക്കളെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ ചവിട്ടലോ തല്ലലോ കൊല്ലലോ കത്തിർത്ത് കുത്തലോ അല്ല. അങ്ങനെ നമ്മളാരും ചെല്ലാറില്ല. ചെയ്യുന്നോലുണ്ട്, പക്ഷെ മഹാഭൂരിപക്ഷം അങ്ങനെയല്ല വേദനിപ്പിക്കല്. നിങ്ങളെ വാപ്പാനോട് ചോദിച്ചു നോക്കി, നിങ്ങളെ അമ്മാനോട് ചോദിച്ചു നോക്കി, വേറെ ഒരാളെ കൊണ്ട് ചോദിപ്പിക്കി. പൊന്നാര വാപ്പ, അമ്മ, മേമതാക്ക, ബാത്തുമത്താത്ത, നിങ്ങളെ മക്കൾ വേദനിപ്പിക്കലുണ്ടോ? ഉണ്ട്. അടിച്ചുകാണ്ടല്ല, പിന്നെ ഓരോ വാക്കുണ്ട്. ഓരോ വർത്താനം പറഞ്ഞാൽ എൻ്റെ ബാപ്പ, നിങ്ങളൊക്കെ ഒരു ബാപ്പയാണല്ലോ, നിങ്ങൾ ഇത്രയും കാലമായിട്ട് എനിക്കെന്താ ചെയ്തതെന്ന് ഒരു ബാപ്പാനോട് ചോദിച്ചാലേ ആ ചെയ്തിൻ്റെ ഡയറി ഒന്നും ബാപ്പാൻ്റെ അടുത്തുണ്ടാവൂല. ചെയ്തിൻ്റെ ഡേറ്റും ഫോട്ടോ ഒന്നും ബാപ്പാൻ്റെ അടുത്തുണ്ടാവൂല. ഉത്തരം പറയാതെ തലകുനിച്ച് കണ്ണീരൊലിപ്പിച്ചു പോകുന്ന ബാപ്പുണ്ടല്ലോ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഏറ്റവും വലിയ നഷ്ടക്കാര്. അതേപോലെ ഉമ്മ, ചില ആൾക്കാർ ഉമ്മാനോടൊക്കെ അതിന് മാത്രമേ നിങ്ങൾ എന്താ എനിക്ക് കാട്ടി, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പണ്ട് പാല് കുടിക്കുന്ന കാലത്തെ പനിച്ച് പറച്ച് കിടക്കുന്ന ഉമ്മാൻ്റെ അടുത്ത് നമ്മൾ പാലിന് വേണ്ടി കരഞ്ഞപ്പോൾ നമ്മുടെ കരച്ചിൽ സഹിക്കാൻ കഴിയാതെ ഒട്ടിയ തൻ്റെ മുലഞ്ഞെട്ടുകൾ മക്കളുടെ വായിലേക്ക് വെച്ച് കൊടുത്തപ്പോൾ പാല് കിട്ടാതെ വന്നപ്പോൾ മുളച്ചു വരുന്ന അരിപ്പല്ല് കൊണ്ട് ഉമ്മാൻ്റെ മുലക്കണ്ണിൽ കടിച്ചു വലിച്ചപ്പോൾ നല്ല തുമ്പപ്പൂ മൊട്ട് പോലത്തെ മുല്ലപ്പൂ മൊട്ട് പോലത്തെ പാൽത്തുള്ളികൾക്ക് പകരം അവിടെ ചോരത്തുള്ളികൾ തടർന്നത് നമ്മൾ കടിച്ചിട്ടേ ഉമ്മാന്റെ മുളനെട്ടിൽ ചോരയൊലിച്ചിട്ട് ആ ചോരയൊലിച്ച മുളനെട്ട് സ്വന്തം കൈകൾ കൊണ്ട് തടവിയിട്ട് നമ്മുടെ കാലിൽ ഇങ്ങനെ മെല്ലെങ്ങനെ അടിച്ചിട്ടേ കണ്ണീരോടുകൂടി ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, എടാ ഉമ്മാനെ കടിക്കലടാ, ഉമ്മാക്ക് വേദനയാവൂലേ. എന്നിട്ട് ഇപ്പം നമ്മൾ ചോദിക്കുക, നിങ്ങളൊക്കെ എന്താ എനിക്കും വേണ്ടി ചെയ്ത്? പൊന്നാര മക്കള്, ആ വാക്കിനോളം മാതാപിതാക്കളെ വേദനിപ്പിച്ച വേറൊരു വാക്കില്ലട്ടോ. അതുകൊണ്ട് റബ്ബ് പറഞ്ഞേ, ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, വെറുപ്പിന്റെ ഒരു വാക്ക് അവരോട് പറയരുത്. വലാ തൻഹർഹുമാ, കയർത്ത് സംസാരിക്കരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, ബാപ്പാനോടും ഉമ്മാനോടും എപ്പോഴും നല്ല വർത്താനം. ചില ആൾക്കാർ വീട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാവും, ഭാര്യ ഉമ്മയും തമ്മിൽ കച്ചറ ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക്. നമ്മളെ ഭാര്യയും നമ്മുടെ ഉമ്മയും തമ്മിൽ ഇടയ്ക്ക് പ്രശ്നം ഉണ്ടാവും. അപ്പം നമ്മളെന്താ ചെയ്യാറോ? ഞാൻ രണ്ടാളെയും നന്നായിട്ട് ചീത്തൻ പറഞ്ഞിരിക്കണ്. രണ്ടാളി ഒരേപോലെ പറയാൻ പാടില്ല. ഭാര്യയോട് പറയാവുന്ന രീതി ഉണ്ട്, പക്ഷെ ആ രീതിയിൽ ഉമ്മൻ്റെ ഉമ്മ, എന്തിനാ അമ്മ ഞങ്ങൾ ഇടങ്ങാറാക്കണേ? നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ അവളെ കെട്ടിയത്, ഇപ്പം നിങ്ങളിങ്ങനെ അതും പറഞ്ഞാൽ എനിക്ക് ഇടങ്ങാറാവൂലേ? നിങ്ങൾ ഇന്നെ ഇടങ്ങാറാക്കാൻ പാടുണ്ടോ? ഉമ്മാനോട് സംസാരിക്കുമ്പോൾ അതിനൊരു ടോണുണ്ട്. ഓളോട് നോക്കിയാൽ എൻ്റെ അമ്മാനെങ്ങനെ ഇടങ്ങാറാക്കേണ്ടല്ലോ, വിവരം അറിയിട്ടോ, ഓളോട് പറയാൻ ഒരു ടോണുണ്ട്. അതാ ടോണിൽ പറയണം. ഉമ്മയോട് പറയേണ്ടത് അതേ പദങ്ങളല്ല. വലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, മാന്യമായ വാക്ക്, മാന്യമായ. നമ്മുടെ ഒരു വാക്ക് പറയുമ്പോൾ അതെൻ്റെ ഉമ്മയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നില്ല എന്ന ഉറപ്പോടുകൂടി സംസാരിക്കണം. തീർത്താണ്. വഹ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, വഹ്ഫിദ് ലഹുമാ, ആ മാതാപിതാക്കൾക്ക് നിങ്ങൾ താഴ്ത്തി കൊടുക്കണം. ജനാഹ ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിൻ്റെ ആർദ്രതയുടെ ചിറകുകൾ. തള്ളക്കോഴി കോഴിക്കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. നിങ്ങൾ ആകാശത്ത് കഴുകന്മാർ വട്ടമിട്ട് പറക്കുമ്പോൾ പ്ലാവിൻ്റെ കൊമ്പിൽ കാക്കയെ കാണുമ്പോൾ തള്ളക്കോഴിൻ്റെ ഒരു ചേർത്ത് പിടിക്കൽ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതാപിതാക്കളെ നമ്മുടെ സ്നേഹത്തിൻ്റെ ചിറകിൽ ചേർത്ത് പിടിക്കണം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളെ ബാപ്പാൻ്റെ മുഖത്തൊരു സങ്കടം, ഉമ്മാൻ്റെ മുഖത്തൊരു ക്ഷീണം തോന്നുന്നുണ്ടെങ്കിലേ ആ ബാപ്പാൻ്റെ ഉമ്മാൻ്റെ അടുത്തൊന്ന് പോയിരുന്നിട്ട് ശുഷ്കിച്ച കൈവിരലുകൾ കയ്യിലെടുത്ത് അതിങ്ങനെ പതുക്കെ പതുക്കെ തലോടിയിട്ട് ഉമ്മാൻ്റെ കവിള് നമ്മുടെ കവിളോട് ചേർത്ത് വെച്ച് രണ്ട് കൈ കൊണ്ടും ആ ഉമ്മാന്റെ മുഖം ചേർത്ത് പിടിച്ച് ഉപ്പാന്റെ മുഖം ചേർത്ത് പിടിച്ച് നിങ്ങൾ ആ മുഖത്തൊരു ഉമ്മ കൊടുത്തോക്കണ്ടി. ആ മുഖത്ത് തെളിയുന്ന ഒരു വെളിച്ചണ്ട്. 1000 കൊല്ലം 1000 കുപ്പി ദശമൂലാരിഷ്ടാനം വാങ്ങിക്കൊടുത്താലും കിട്ടാത്ത ഒരു തെളിച്ചം വരാണ്ട് മക്കള് ആ ഉമ്മയെ ചേർത്ത് വിളിക്കുമ്പോൾ ഈ മക്കളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, ഈ ബാപ്പാരുമ്മാരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, എൻ്റെ മക്കൾ ഇന്നൊന്ന് ചേർത്ത് പിടിച്ചെങ്കിൽ, എൻ്റെ മക്കൾ എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചെങ്കിൽ, എൻ്റെ കവളത്തൊന്ന് മുഖമമർത്തി ഒരു ഉമ്മ വെച്ചെങ്കിൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പടച്ച റബ്ബ് പറയാണ്, ആ ബാപ്പയും ഉമ്മയും വയസ്സന്മാരായിട്ട് ചെറുപ്പക്കാരായിട്ടല്ല. അല്ലാതെ ഈ നിയമങ്ങളൊക്കെ പറഞ്ഞ എപ്പോഴാണ് നിങ്ങൾ ചെറുപ്പക്കാരായ ബാപ്പാർക്കുമാർക്കും മക്കൾ പുല്ല, ആ പോയ പോട്ടെ നിൽക്കും. പക്ഷേ വയസ്സായി കഴിവുകളും ശേഷിയും ഒക്കെ ഈ മക്കൾക്ക് വേണ്ടി വിനിയോഗിച്ച് അവസാനം ഒന്നുമല്ലാതാകുന്ന സമയത്ത് മക്കൾ അവഗണിക്കുമ്പോൾ അത് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് മക്കളെ, വീട്ടിലെ രാജാക്കന്മാരായി, നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും വിലപ്പെട്ട വ്യക്തികളായി, നിങ്ങളുടെ വീട്ടിലെ പ്രഥമ പൗരന്മാരായി നിങ്ങളുടെ മാതാപിതാക്കളെ
മക്കളെ കാണണം, കൊണ്ടു നടക്കണം. അതിന് നിരക്കാത്ത ഒരു വാക്കോ പ്രവൃത്തിയോ നമ്മുടെ ഭാഗത്തുണ്ടാവാതിരിക്കാൻ കണിശമായി ശ്രദ്ധിക്കണം. അത് കടുത്ത കുറ്റമാണെന്നും നരകത്തിലേക്ക് എത്തിക്കുമെന്നുമുള്ള ഖുർആനിൻ്റെ പാഠം നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കളെ റബ്ബ് അനുഗ്രഹിക്കട്ടെ. അവരെ തൃപ്തിപ്പെടുത്തുന്ന മക്കളാവാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. അവരെയും നമ്മളെയും റബ്ബ് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.